അപ്പോൾ നമ്മളെങ്ങനെ ആഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു ആഡ് ചെയ്യണമെങ്കിൽ ആഡ് അക്കൗണ്ട് വേണമല്ലോ. അതേപോലെ ബിസിനസ് സ്യൂട്ട് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ 2 കണക്റ്റായ ഒരു അക്കൗണ്ട് വേണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. നീം നാച്ചുറൽ ഡാറ്റ എന്ന ഒരു അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും കണക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ പോർട്ട്ഫോളിയോനടുത്ത് ബിസിനസ് സെറ്റിങ്സ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആഡ് അക്കൗണ്ട് എന്നുള്ളത് എടുക്കുക. ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ 3 ആഡ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് അക്കൗണ്ട് ആക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നീം നാച്ചുറൽ ലൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ 3 ആഡ് അക്കൗണ്ട് ആക്കിയതാണ്. ആഡ് അക്കൗണ്ട് ഇവിടെ നിൽക്കിയാൽ ഇതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രിയേറ്റ് നിൽക്കിയാൽ ക്രിയേറ്റ് ആഡ് അക്കൗണ്ട് ഇവിടെ ഉണ്ടാവും, മേലെ കണ്ടില്ലേ, അത് നിൽക്കാം. പിന്നെ അതേപോലെ അതിൽ ടൈം സോണും പിന്നെ അതേപോലെ കറൻസി ആഡ് ചെയ്യാം. സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ ആഡ് അക്കൗണ്ട് എങ്ങനെ ആക്സസ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു കമ്പനിയിലേക്കാണെങ്കിൽ 3-4 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആക്സസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെ സിമ്പിൾ തന്നെയാണ്. അതേപോലെ ഏത് അക്കൗണ്ടിൻ്റെ ആക്സസ് ആണ് കൊടുക്കേണ്ടത് അതെടുക്കുക. അപ്പോൾ അതിൻ്റെ ബിസിനസ് സെറ്റിങ്സ് എടുക്കുക. ആഡ്സ് മാനേജറിൽ പോയിക്കൊണ്ട് കേട്ടോ, അവിടെ ഉണ്ടാവും ആഡ് അക്കൗണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആക്സസ് എന്ന രൂപത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ 3 ആഡ് അക്കൗണ്ട് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ HD2 ഹോമിൻ്റെ ആക്സസ് കൊടുക്കുകയാണ്. 3 ആഡ് അക്കൗണ്ട് ഉണ്ട്. അതിലിപ്പോൾ രണ്ടാമത്തെ ഏതിൻ്റെ ആക്സസ് ആണ് കൊടുക്കേണ്ടത്, ഈ റൈറ്റിൽ അസൈൻ പീപ്പിൾ എന്നുണ്ടാവും, അത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആരെ മെയിലാണോ അവിടെ മെയിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണാൻ ബൈ.